അതിന് ഫുൾ ഉറുമ്പാ. കാസിഡ് ഓഫ് ആൻഡ്സ്, അത് ഉറുമ്പുകളുടെ കൊട്ടാരം. ഉറുമ്പുണ്ടാക്കിയ ഓരോന്ന് തിന്നാ പോരെ. ആക്രാന്തം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. ഇന്ന് കാലത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അപ്പൂസിനെയും കൂട്ടി മുറ്റത്തിറങ്ങിയതാണ്. വീട്ടുമുറ്റത്ത് നീളത്തിലൊരു വാൽമീകം കണ്ടതിൻ്റെ ആശ്ചര്യത്തിലാണ് അപ്പൂസ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ അവൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ചെടി പരിപാലനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദമാണ് ചെടികളൊക്കെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വലിയൊരു ജോലിഭാരം അവിടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പപ്പായ മരം കണ്ടോ? ഇത് നിറയെ പപ്പായ കായ്ച്ചിരുന്ന മരമായിരുന്നു. ഈ മരം 1.5 വർഷം മുമ്പ് പകുതിക്ക് വെച്ചിട്ട്, മരത്തിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. സാധാരണ അങ്ങനെ ആയാലും നമ്മൾ മരം കടപുഴകെ പറിച്ചെടുത്ത് കളയാറാണല്ലോ. അപ്പോൾ ഇത്തവണ ഹസ്ബൻഡ് ഒരു പരീക്ഷണാർത്ഥം എന്നോണം പപ്പായ മരത്തിൻ്റെ ഒടിഞ്ഞ ഇടത്തിൽ പോളിത്തീൻ കവർ കൊണ്ട് മൂടി നന്നായിട്ട് കെട്ടിവെച്ചു. മരത്തിനകത്തേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ കുറേ നാൾ ഈ മരം പകുതിക്ക് വെച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നു. ക്രമേണ അതിൻ്റെ വശങ്ങളിൽ നിന്നും ഇലകളും ശിഖരങ്ങളൊക്കെ മുളച്ചു വന്നു. ഇപ്പോൾ ദാ ഇതുപോലെ ഒരു കമ്പിൽ നിറയെ പപ്പായ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് വല്ലാണ്ട് അതിശയം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. ഇത് പാതിക്ക് വെച്ച് മുറിഞ്ഞ് കിടക്കുന്നിടത്തുനിന്ന് വീണ്ടും ഇതിന് ശിഖരങ്ങളുണ്ടായിട്ട് പപ്പായൊക്കെ പിടിക്കാമെന്ന് പറയുമ്പോൾ അത് ഇത്തിരി കൗതുകമുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ജാസ്മിൻ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ പിറകെ നടക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, അവൾക്കിന്ന് പാൻകേക്ക്സ് കഴിക്കാൻ വലിയ പൂതിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ പിടുത്തം സഹായിക്കാമെന്ന നിബന്ധനയിൽ ഞാൻ അവൾക്ക് പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വലിയ ജോലിയൊന്നും ഇല്ലാത്ത പണിയാണല്ലോ ഈ പാൻകേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ജാസ്മിൻ ചോദിച്ച വക ഒരു ഇത്തിരി പവറാക്കി വെച്ചതാണ്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഇത്തിരി വാനില എസൻസും കുറച്ചൊരു നിറം കിട്ടാൻ വേണ്ടി മാത്രം ഫുഡ് കളറും 1 മുട്ടയും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒരു ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഇത്തിരി ബട്ടർ തൂക്കിക്കൊടുത്ത് ഓരോ തവിയായി കോരി ഒഴിച്ചാൽ നമ്മുടെ പാൻ കേക്ക് റെഡിയായി. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചുട്ടെടുക്കുന്ന പാൻ കേക്ക്സ്.
ഓരോന്ന് തിന്നാ പോരെ. ആക്രാന്തം. നോക്ക് നോക്ക് നോക്ക്. ഇതിന് മുകളിലേക്ക് തേൻ ഒഴിച്ചിട്ടാണ് ജാസ്മിൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അവളും അപ്പും കൂടി ചേർന്ന് തല്ലുകൂടിക്കൊണ്ട് അത് കഴിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അപ്പൂസ് നല്ല സന്തോഷത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഉണ്ട് കേട്ടോ. 1.5 വർഷത്തിന് ശേഷം അപ്പൂനൊരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ഹാപ്പിനെസ്സിലാണ് അപ്പു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇളയമ്മേൻ്റെ മകളുടെ മകൾ, അതായത് ഞങ്ങളുടെ ഇസ മോക്ക് 1 വയസ്സ് തികയുന്നതിൻ്റെ ആഘോഷമാണിന്ന്. അപ്പോൾ അതിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൂസിനെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാൻ. അതിന് മുന്നേ കുറച്ച് ഡോനറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാനും അപ്പൂസും കൂടി തന്നെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇസാമോക്കുള്ള സമ്മാനം ഞാനും ജാസ്മിനും തലേന്ന് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് കവർ ചെയ്ത് അതിന് മുകളിൽ ജാസ്മിൻ ഒരു ചിത്രമൊക്കെ, ഒരു ഹാപ്പി ബർത്ത്ഡേ കാർഡൊക്കെ വരച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസിനെയും മർവാനെയും ഞാൻ ഏളാമ്മൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരുക്കിയ ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ സമയം എൻ്റെ ഉമ്മാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഉമ്മാൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ പയയും ഉമ്മയെയും അനിയത്തിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. ഞങ്ങൾ ചോറൊക്കെ ഒന്നിച്ച് കഴിച്ചു. ഞാൻ ചപ്പാത്തി ആയിരുന്നു കഴിച്ചത്. അപ്പോൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും അപ്പൂസും മർവാനും വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിന് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയത്. ഹസ്ബൻഡും മക്കളും കൂടി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് കരുതുന്ന കാക്ടസ് പ്രൊപ്പഗേഷൻ പരിപാടി നടത്താമെന്ന് വെച്ചു. കാക്ടസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണെങ്കിലും അതെന്ത് നടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കേണ്ടതുണ്ട്. മസ്റ്റാണ് ഗ്ലൗസ്. ഈ ഗ്ലൗസ് കിടിലനാണ് കേട്ടോ. ഇതിന് ക്ലോസൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ മണ്ണ് മാന്താനൊക്കെ വേറൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ മണ്ണൊക്കെ നീക്കാൻ എളുപ്പമാണ്. ഇത് ഓൺലൈൻ വഴി ഹസ്ബൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിന് 270 രൂപ എങ്ങാനും ആണ് വില എന്നാണ് തോന്നുന്നത്. ഒട്ടും മോശമല്ല കേട്ടോ ഈ ഗ്ലൗസ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു. നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഇത് ക്വാളിറ്റി വൈസും മോശമില്ല കേട്ടോ, നല്ലതാണ്. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കുഞ്ഞു പോട്ടിലായിട്ടാണ് ഈ കാക്ടസിനെ നടുന്നത്. കാരണം ഇത് കുഞ്ഞു ചെടിയാണല്ലോ. അപ്പോൾ ഓരോ കപ്പിലും ഞാൻ കുറേശ്ശെ കല്ലുകൾ നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കപ്പിനടിയിൽ ദ്വാരം ഇല്ലാത്തതാണ്. നടിയിൽ മിശ്രിതം നിറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുത്താൽ വലിയ കുഴപ്പമില്ല ഉണ്ടാവില്ല കേട്ടോ. വെള്ളം അങ്ങനെ അടിഞ്ഞു കൂടാനൊന്നും സാധ്യതയില്ല. ഇത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കാക്ടസിന്. അതുകൊണ്ട് തന്നെ അതും വല്ലപ്പോഴും ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ കപ്പ് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതേപോലെ ഷൂട്ട് വന്ന് തുടങ്ങിയ ഭാഗം പൊട്ടിച്ചെടുത്ത് ഓരോന്നായിട്ട് ഓരോ ചെടിച്ചട്ടിയിലേക്കും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ തിരികെ എടുത്ത അതേ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാക്ടസ് പ്ലാന്റിൽ നിന്നും ഒരു 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കാക്ടസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഷൂട്ട് വരുന്നതിന് മുന്നേ നമുക്കിത് പറിച്ചെടുത്ത് നട്ടാലും ഇത് ഷൂട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് പറിച്ച് നടാൻ വേണ്ടി കുറച്ച് താമസിച്ചുകൊണ്ടാണ് എല്ലാ ഷൂട്ടും വന്നിരിക്കുന്നത്. ഇനി ഈ കാക്ടസിൻ്റെ വളർച്ചാ ഘട്ടങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ നാളായിട്ട് കരുതുന്ന ഒരു ജോലി തീർത്തതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ ഞാനിൻ്റെ രാത്രിയത്തേക്കുള്ള ജോലികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നറാണ്. വെജ് കുറുമയും ചപ്പാത്തിയുമാണ്. ചപ്പാത്തി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു. ഇനി വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായി നുറുക്കി വെച്ച പച്ചക്കറികളിലേക്ക് ഒരു തേങ്ങയുടെ പാൽ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇത് 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 2-ാം പാൽ ചേർത്ത് തിളപ്പിച്ച വെജിറ്റബിൾ കുറുമയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ തലപ്പാൽ എന്ന് പറയുന്ന 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് കുറച്ച് കടുകും റെഡ് ചില്ലിയൊക്കെ ചേർത്തിട്ടൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ഈ കറി റെഡിയാക്കിയത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്ര നേരെയും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.